என்னன்னு இன்னும் டைம் ஆகலையா? கடவுளே, இந்த தடையும் பரிசு எனக்கு தான் கிடைக்கணும். அண்ணே, போன வாட்டி உங்களுக்கு தான் கிடைச்சது, இந்த வாட்டி உங்களுக்கு தான் கிடைக்க போறது. நம்ம அண்ணன் கிட்ட மோதிரத்துக்கு இங்க யாருக்குடா தைரியம் இருக்கா? எனக்கு தைரியம் இருக்குடா. ஆமாடா, நான் வில்லாதி வில்லன். முதல்ல விஷயத்தை சொல்லு, எதுக்கு பரிசு எல்லாம் கொடுக்கறாங்க? அண்ணே, கொஞ்சம் விவரமா சொல்லி கொடுங்க. தெரி പറയുന്നോ? பாக்குறேன்டா. ஆல்பி, ஆல்பி. ரெண்டு பழம் ஒரு பணமா கொடுமா. ആൽബി, നീ ഒന്ന് പറയണേ. 1100 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഇങ്ങനെ നീ പറഞ്ഞിട്ടുള്ള വകുപ്പൊക്കെ അവസാനം അടി കിട്ടുന്ന വകുപ്പായിട്ടാ അതെ, കലാശിക്കുന്നത്. ഈ അടി കിട്ടുന്നതും കൊടുക്കുന്നതൊക്കെ നമ്മളെ പോലുള്ള സാഹസികന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് കാര്യം പറ. ആ തിയേറ്ററിൽ നിന്ന് ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യം അകത്ത് കയറുന്ന ആൾക്ക് 1101 രൂപ സമ്മാനം. സമ്മാനം തരുന്നത് പടത്തിന്റെ നായിക നഗ്ന. നഗ്ന നഗ്ന നഗ്നയല്ല മോനെ, നഗ്മ നഗ്മ തോണ്ടിരിക്കുന്നു. ആരായാലും എന്താ, നമുക്ക് കാശ് കിട്ടിയാ പോരെ. നിനക്ക് വാങ്ങിച്ചൂടെ? പരിയാസം അടിക്കരുത്. പതിവായിട്ട് ആദ്യത്തെ ഷോയ്ക്ക് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ലോക്കൽ ഗുണ്ടെടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ മാനം കെടുത്തരുത്. ശരി വാ. താങ്ക് യു അണ്ണേ. ഒരു 1000 റുപ്പീസിക്ക് ചേഞ്ച് എടുത്ത് വെച്ചിരുങ്ക. കർത്താവേ, സമ്മാനം തരുന്നത് നഗ്മയല്ലെന്ന് അറിയുമ്പോഴാ. നീ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നാൽ ശരിയാവത്തില്ല. പിന്നെന്താ? അവിടെ ടിക്കറ്റോട് തുടങ്ങാറായി. ഇവിടെ ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിലല്ലോ, ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറുന്നതിനല്ലേ സമ്മാനം. അതെ, രണ്ടുമായിട്ട് എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ചുമ്മാ മതി. ചിലപ്പോ നഗ്മ എത്തൂലെന്ന്, അല്ല എത്താൻ ലേറ്റ് ആവുമെന്ന് അവിടേക്ക് ഒരു സംസാരമുണ്ട്. നഗ്മയെങ്ങാനും എത്തിയില്ലെങ്കിൽ പൊന്നു മോനെ നിന്നെ ഞാൻ അടിയുറപ്പാ. മനുഷ്യനും മാക്കാനും തിരിഞ്ഞു നോക്കാതെ നശിച്ച പൊങ്ങുതടിയും കൊണ്ട് പൊങ്ങി നടന്ന നമുക്ക് ഈ കോലവും നല്ല കാലവും ഉണ്ടാക്കി തന്നത് വില്ലി മുതലാളിയും ഡഗ്ലസ് മുതലാളിയോ. അവരൊക്കെ കുറ്റം പറഞ്ഞോണ്ട് ആർക്കെങ്കിലും ഇവിടെ വാഴാൻ പറ്റുമോ? വില്ലിയും ഡഗ്ലസും ആണ് ഇവിടെ ഉള്ളവരെ രക്ഷിച്ചെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അയ്യോ, ബെറ്റ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് കാശ് കടം വാങ്ങിയെന്ന് കരുതി ബെറ്റ അവരുടെ മുമ്പ് ചെറുതാണോ എന്ന് ഞാൻ പറയില്ല. വെട്ടിരുമ്പും കേറ്റിക്കൊണ്ടേ വായി തോന്നൊക്കെ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാലേ വിവരം അറിയും. ചേച്ചി അത് വിട്ടുകളാ. എന്തെങ്കിലും നക്കാൻ കൊടുത്ത അവന്മാരാരെ വേണമെങ്കിലും അപ്പാന്ന് വിളിക്കും. ചേച്ചി ഒരു 2 അപ്പോടിങ്ങി. എന്നാലും പറയുമ്പോ കേൾക്കാത്ത പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കത്തില്ല. ഇവന്മാര് പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കാതെ നീ നിന്റെ ജോലി നോക്കുമോളെ. അതെങ്ങനെയാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനപ്പ തന്നെ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചേച്ചിക്ക് ഉറക്കം വരത്തില്ലല്ലോ. മതി മതി, നീ മേശ ഉടക്കേ. അവന്റെ ഒരു എന്തെങ്കിലും കഴിക്കാം? വേണ്ടല്ലേ? കഴിക്കാം. വേണ്ട വേണ്ട, പാട്ട് വേണ്ട. ഹലോ, എന്താ വേണ്ടത്? എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറ. ഇവിടെ എന്താ ഉള്ളതെന്ന് പറയൂ. ഓക്കെ, ഒരു 2 plates മാൻചിയം ഫ്രൈ, 1 cucumber fry, then 3 plates gallbladder, അതെ ഡീപ് ഫ്രൈഡ്, 1 appendicitis, അത് കറിയായിട്ട് മതി, then 1 tandoori woman. അത്രേ. ഇതൊന്നും ഇവിടെ ഇല്ല. അതല്ലേ മുതൽ മര്യാദയ്ക്ക് എന്താ അവിടെ ഉള്ളതെന്ന് ചോദിച്ചത്. അപ്പം മുട്ട റോസ്റ്റും തരാം. അതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? സത്യം പറയട്ടെ, ഇത്തരം കുട്ടികളുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. സഹോദരി, ഒന്ന് എളുപ്പം കൊണ്ടുവരണം, ഞങ്ങൾക്ക് വേറെ ഓർഡർ ചെയ്യാനുള്ള. ആ പെൺകുട്ടി അടുത്ത് നിന്നപ്പോ ഒരു പ്രത്യേകമാണോ അല്ലേ? നീ ഒരു പോലീസ് നായ മണപ്പിച്ചു നോക്കാൻ. അറിയില്ലേ, ഇത്തരം ഒരു കഴിവ് എനിക്ക് ജന്മനാ ഉള്ളതാ. ആണോ?
എന്താണോ കിളവാ തന്റെ കാശുപെട്ടിയിൽ വീഴുന്നത് കാശോ റബ്ബറും കായോ? ഫ്രെഡി, അത് കാശ്. വില്ലിയും ഡഗ്ലസുമായി പണമിടപാട് നടത്തുന്നവര് മാസം, തീയതി, മണിക്കൂർ എല്ലാം ഓർത്തിരിക്കണം. മറന്നിട്ടല്ല, വിചാരിച്ച സ്ഥലത്തൊന്നും കാശ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് പറയാൻ എക്സ്ക്യൂസുകളില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. ഫ്രെഡി, ഒരാഴ്ചയും കൂടി. അതുവരെ നീ വന്ന് അവരുടെ കിടക്ക വിരിച്ചു കൊടുക്കും. വലിയവന് വലുത് പണമാ, ചെറിയവന് വിശപ്പും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഇടത്തരക്കാരന് വലുത് അവന്റെ മാനമാണ്. സോ പ്ലീസ്, കുറച്ച് സമയം കൂടി. സ്വന്തം മോളൊന്നുമല്ലല്ലോ, താനൊന്ന് മുൻകൈ എടുത്താ മതി. പണം എത്ര വേണമെങ്കിലും കിട്ടും. കേറി ഇടപെടലിയ ഇവിടെ പിടിച്ചു നിൽപ്പിനുള്ള ഒരു സാധ്യത മണക്കുന്നുണ്ട്. ഇടപെടട്ടാ? ഞാൻ ഇടപെടും. ആഹാരം ഒന്ന് വേഗം തരണം, ഞങ്ങക്ക് പോയിട്ട് വേറെ ജോലിയുള്ള. ആദ്യം വിശക്കുന്നവന് അപ്പോ മുട്ട റോസ്റ്റും, പിന്നെ മതി ചുങ്കക്കാരന് ചുങ്കം. ഓക്കെ. മക്കളെ, സുവിശേഷം ഒന്നും ഇവിടെ വേണ്ട. എന്തെങ്കിലും ഞണ്ണിട്ട് വേഗം പോവാൻ നോക്ക്. പോയില്ലേ എന്ത് ചെയ്യടാ പുല്ലേ എന്ന് ചോദിക്കാനുള്ള സംസ്കാരം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കുന്നിടത്തൊന്ന് അസഭ്യം പറയാതെ ഇറങ്ങിപ്പോടാ തെണ്ടി എന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത്. കൊണ്ടില്ല അതിന് മുമ്പ് കരയുന്നതിന്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇത്രയും വിളിച്ചുകൊണ്ടായിട്ടും ഇയാളൊന്നും കണ്ടില്ല. പൂവർ ഐസൈറ്റ്. ഇത് എത്രാന്ന് പറ? ഞാൻ അതല്ല പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകും, ഇതിന്റെ ബാക്കി അനുഭവിക്കേണ്ട ഞങ്ങളാ. സത്യം പറയട്ടെ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ കുട്ടിരായാക്കന്മാരായ വില്ലി ഡഗ്ലസിന്റെ വലങ്കയ്യ ഈ പോയ ഫ്രെഡി. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഡാഡിയായിട്ട് വാങ്ങിയതാ. പലിശ കൊടുത്ത് ഞങ്ങൾ മടുത്തു. മുതലുടനെ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഡാഡി എഴുതി കൊടുത്ത പത്രം വെച്ച് ഈ കടയും സ്ഥലവും ജപ്തി ചെയ്യുന്നവർ പറയുന്നേ. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അടയ്ക്കാം? അങ്കിൾ എന്തിനാ ഇതൊക്കെ ഇവരോട് പറയുന്നത്? മോളെ, പ്രായമായ നിന്നെ പോലൊരു പെൺകുട്ടിയോട് അവന് കിടക്ക വിരിക്കാൻ പറഞ്ഞപ്പോ ഇത്ര ആണുങ്ങളുണ്ടായിട്ടും അവരെ രണ്ട് പൊട്ടിക്കാൻ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണക്കിന് അവന്മാരുമായി പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ കുശാലായി. ജീവനോട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം നിങ്ങളിപ്പോ പോകരുത്. അവന്മാർ ഇനിയും വരും. പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കണം. ഇതിപ്പം രക്ഷിക്കാൻ വന്നവന്റെ അരഞ്ഞാന ചടയിൽ പാമ്പ് ചുറ്റി എന്ന് പറഞ്ഞ പോലെയല്ലോ. പാമ്പ് ചുറ്റി എപ്പോ? അങ്കിൾ പ്ലീസ്, ഇപ്പൊ പോകരുത്. അവന്മാർ ഒരു മയം ഇല്ലാത്ത പാർട്ടീസുകളാ. ശരിയാ, ഒരു മയം ഇല്ലാത്ത രീതിയിൽ അവന്മാരെ ഇടിച്ചത്. ഉള്ള പ്രശ്നമല്ല ഉണ്ടാക്കി വെച്ചിട്ട് ഇനി കൈയൊഴിയരുത്. വെറുതെ അപ്പം മുട്ട റോസ്റ്റ് ഓർഡർ ചെയ്ത് എന്നെ കയറി കയറ്റിയിട്ട് നീ വലിയ മേലാളാന്ന് നോക്കണ്ട. അളിയ, ഒന്നോർത്ത സംഗതി ഒത്തില്ലേ? എന്തോന്ന്? കിടക്കാനൊരു സ്ഥലം. എന്തു പറയുന്നു? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ആലോചിക്കണം. ചെയ്തു തുടങ്ങിയ പിന്നെ ഒന്നും ആലോചിക്കരുത്. ഇത് വിട്ടികളെന്ന നാടകത്തിൽ ഓസി അയ്യപ്പനെ ഇതിന്റെ അപ്പൻ എഴുതിയാണ്. എപ്പോ? അപ്പോ മുട്ടയും. അപ്പോ നമ്മൾ ബോഡി ഗാർഡ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. മാൻഡ്രേക്ക് പറയുന്നു, ലോതർ അനുസരിക്കുന്നു. അല്ലല്ല, ബോസ് പറയുന്നു, ആസ് അനുസരിക്കുന്നു. ഓക്കേ, കം ഓൺ. നല്ല പ്രായത്തില് കല്യാണം കഴിക്കാൻ തോന്നിയില്ല. അല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നന്നായി. ഡാഡിയും മമ്മിയും നഷ്ടപ്പെട്ട ഇവർക്ക് ഒരു തുണയാകാൻ കഴിഞ്ഞല്ലോ. എന്റെ ബ്രദറിന്റെ മക്കളാ. പിന്നെ നിങ്ങളുടെ കഥയൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു യാത്രാ വിവരണം എന്നൊക്കെ പറയാം, അല്ലേ? അതെ, സത്യം പറഞ്ഞാൽ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിലെ ദ ഗ്രേറ്റ് ജീപ്പ് ജമ്പർ ആൽബിയും ദ ഫേമസ് ബഫൂൺ ജോബിയും ഒരു സന്ധ്യക്ക് 7-7:30 മണിക്ക് കൂടാരം വിടാൻ തീരുമാനിക്കുന്നു. അതെന്തിനാ? ഫേമസ് ബഫൂണായ ഈ ജോബി ഡിക്കോസ്ത ട്രിപ്പീസ് ചെയ്യുമ്പോ അടി നെറ്റ് കേട്ടുണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും. ഓ മൈ ജീസസ്, ഇറ്റ്സ് വെരി ക്രൂവൽ. കോമഡിയൻ ട്രിപ്പീസിൽ നിന്നും തലകുത്തനെ താഴെ വീണ് വികലാംഗനായാലും കൈകൊട്ടിച്ചിരിക്കാനാണല്ലോ ജനങ്ങൾക്ക് താല്പര്യം. Is it true? Yes, it is a true story versus circus story. അപ്പൊ അങ്കിളോ? അങ്കിളിന്റെ കഥ ഈ കഥയിൽ ഒരു ഉപകഥ മാത്രം. കൃത്യമായിട്ടും ബേഷായിട്ടും എന്തായത്? നൂഡിൽസ്.
കൃത്യമായിട്ടും ബേഷായിട്ടും ആഹാരം കിട്ടാതെ വന്നപ്പോ ഞാൻ മുങ്ങി. അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ എന്ത് ജോലിയും ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങി, ഇവിടം വരെ എത്തി. ഓഹോ, ആൽബി ഒരു ജീപ്പ് ജമ്പർ മാത്രമല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ പറയും, ഒരു മജിഷ്യൻ കൂടിയാണ്. ചുമ്മാ. ആഹാ, അത് കൊള്ളാമല്ലോ. പ്രസിദ്ധ മാന്ത്രികനായ PC സർക്കാരിൽ നിന്നും OC മാജിക് പഠിച്ച OC സർക്കാരിന്റെ മകനല്ലേ അവൻ? അല്ലേ? എന്നാ അങ്കിൾ ഒരു മാജിക് കാണിച്ചേ. അതൊക്കെ പെട്ടെന്നൊന്നും കാണിക്കാൻ പറ്റില്ല അവനെ. പ്ലീസ് അങ്കിൾ, ഒരു ചെറിയ മാജിക് മതി. കാണിക്ക. ഇതൊരു ടവൽ. ഇതിനെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ Oh my God. അയ്യോ, മാർവലസ്. വാങ്ങിച്ചോ മോളെ. ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മള് ഒരു മാജിക്കാരനോട് ഒരിക്കലും അതെങ്ങനെയെന്ന് ചോദിക്കരുത്. അതിങ്ങനെയാണെന്ന് അവൻ പറഞ്ഞാൽ അവന്റെ ജീവിതം